ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് BCAയുടെ ഫൈനാൻഷ്യൽ ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ മൊഡ്യൂൾ 2 ക്യാഷ് ബുക്ക് ആൻഡ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ. ജേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ആദ്യമായിട്ട് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന ബുക്കിനെയാണ് എന്ത് പറയുന്നത്, ജേണൽ എന്ന് പറയുന്നത്. ജേണൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ലെഡ്ജർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയാൻ പോകുന്നത് സബ് ഡിവിഷൻ ഓഫ് ജേണൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽ. ജേണലിനെ തന്നെ വിവിധ സബ്സിഡിയറി ബുക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ജേണലിനെയാണ് എന്ത് പറയുന്നത്, സ്പെഷ്യൽ ജേണൽ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ജേണലിൽ എങ്ങനെയാണോ ട്രാൻസാക്ഷൻസ് ഉള്ളത് അതിൽ റെക്കോർഡ് ചെയ്യുന്നത് ഒന്നിച്ചാണ്. പക്ഷേ സബ് ഡിവിഷൻ ഓഫ് ജേണലിൽ ഒരേ നേച്ചറുള്ള സിമിലർ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഓരോ സെറ്റ് ജേണലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ സ്പെഷ്യൽ ജേണൽസ് നമ്മൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡിവിഷൻ ഓഫ് വർക്ക്, ഓരോരോ വർക്ക് ഓരോരോ ജേണലിൻ്റെ ഡ്യൂട്ടി ഓരോരുത്തരെ ഏൽപ്പിക്കാൻ പറ്റും. പിന്നെ സ്പെഷ്യലൈസേഷൻ, ആ ഒരു ഡ്യൂട്ടിയിൽ അവർ വൈദഗ്ധ്യം നേടും, സമയം സേവ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് നമുക്ക് ഓരോ കാര്യത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അവൈലബിൾ ആയിരിക്കും. ദെൻ നമുക്കത് ചെക്ക് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. സ്പെഷ്യൽ ജേണൽസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ജേണൽസ് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കാണ്. എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ക്യാഷ് ബുക്ക് ഉപയോഗിക്കുന്നു. പർച്ചേസസ് ബുക്ക്, എല്ലാ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനായിട്ടാണ് പർച്ചേസസ് ബുക്ക് യൂസ് ചെയ്യുന്നത്. സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ക്രെഡിറ്റ് സെയിൽസും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സെയിൽസ് ബുക്ക് ഉപയോഗിക്കുന്നു. പർച്ചേസസ് റിട്ടേൺ ബുക്ക്, നമ്മൾ മേടിച്ച സാധനങ്ങൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് രേഖപ്പെടുത്താൻ പർച്ചേസസ് റിട്ടേൺ ബുക്കും, സെയിൽസ് റിട്ടേൺ ബുക്ക് വിറ്റ സാധനങ്ങൾ തിരിച്ചു വരുമ്പോൾ അത് രേഖപ്പെടുത്താൻ സെയിൽസ് റിട്ടേൺ ബുക്കും ഉപയോഗിക്കുന്നു. പിന്നെ ബിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബിൽസ് റിസീവബിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ബിൽസ് റിസീവബിൾ ബുക്ക്. ബിൽസ് പേബിൾ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽസ് പേബിളുമായിട്ട് ബന്ധപ്പെട്ട നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് ബിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതിൽ ബിൽസ് പേബിൾ, നമ്മൾ കൊടുക്കാനുള്ള ബില്ലിൻ്റെ ക്യാഷ് ആണെങ്കിൽ ബിൽസ് പേബിൾ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് ബിൽസ് പേബിൾ ബുക്ക്. പിന്നെ ഇതൊന്നുമല്ലാത്ത കാര്യങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ജേണൽ പ്രോപ്പർ ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് ക്യാഷ് ബുക്കാണ്. നമ്മൾ ആദ്യം പറയാൻ പോകുന്നതും നമുക്ക് പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ക്യാഷ് ബുക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ എന്താ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ക്യാഷ് റെസിപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ബുക്കിൻ്റെ പേരാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു അക്കൗണ്ടിന് രണ്ട് സൈഡ് ഉണ്ട്, ഡെബിറ്റ് സൈഡ്, പേയ്മെൻറ്റ് സൈഡ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിനെ റെസിപ്റ്റ് സൈഡ് എന്നും ക്രെഡിറ്റ് സൈഡിനെ പേയ്മെൻറ്റ് സൈഡ് എന്നും ആണ് പറയുന്നത്. ഏതാണ്ട് ഒരു അക്കൗണ്ട് പോലെ തന്നെയാണ് ഈ പറയുന്ന ബുക്കുകൾ, പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ബുക്കുകളും. സോ അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന് തുല്യമാണ് ക്യാഷ് ബുക്ക് എന്നുള്ളത്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇനി പ്രധാനപ്പെട്ട ക്യാഷ് ബുക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, സിംഗിൾ കോളം, ഒറ്റ എമൗണ്ട് കോളം മാത്രമുള്ള ക്യാഷ് ബുക്ക് ഉണ്ടായിരിക്കും. 2 എമൗണ്ട് കോളം മാത്രമുള്ള ക്യാഷ് ബുക്ക് ഉണ്ടായിരിക്കും. 3 എമൗണ്ട് കോളം ഉള്ള ക്യാഷ് ബുക്ക് ഉണ്ട്. ദെൻ അടുത്തത് പറയാനുള്ളത് പെറ്റി ക്യാഷ് ബുക്ക്. ഇനി എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്? ഒരു അക്കൗണ്ട് മനസ്സിലുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. രണ്ട് സൈഡ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും രണ്ട് സൈഡുള്ള ക്യാഷ് ബുക്ക്. ആ രണ്ട് സൈഡിൽ ഓരോ എമൗണ്ട് കോളം മാത്രമുള്ള ക്യാഷ് ബുക്കിനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ, അപ്പോൾ അതിൽ റെസിപ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിനെയാണ് റെസിപ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. ക്യാഷായിട്ട് കിട്ടുന്നതെല്ലാം എവിടെ എഴുതുക? റെസിപ്റ്റ് സൈഡിൽ എഴുതുക. എന്നാൽ ചെലവുകളെല്ലാം ക്യാഷായിട്ട് പോകുന്നതെല്ലാം എവിടെ കൊടുത്താൽ മതി? പേയ്മെൻറ്റ് സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ്. ആ ഒറ്റ ട്രിക്ക് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മോഹൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 20,000. നോക്കൂ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതേ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഹെഡിങ് നമ്മൾ കൊടുക്കേണ്ടത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്
ഹെഡിങ് കൊടുത്തു. അതിനുശേഷം ദേ ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് ഈ രീതിയിലാണ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, റെസിപ്റ്റ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് കോളം. ഇപ്പുറത്തും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് കോളം. ഈ സൈഡ് ദേ നോക്കൂ, ഈ സൈഡിനെയാണ് ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ റെസിപ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. ഈ സൈഡിനെ പേയ്മെന്റ്സ്. അപ്പൊ ഈ പർട്ടിക്കുലേഴ്സിന് പകരം നിങ്ങൾക്ക് റെസിപ്റ്റ്സും എഴുതാം. ഇവിടുത്തെ പർട്ടിക്കുലേഴ്സിന് പകരം നിങ്ങൾക്ക് പേയ്മെന്റ്സ് എഴുതിയാലും ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ മോഹൻ കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ മോഹൻ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അല്ലേ, ടു ക്യാപിറ്റൽ. അപ്പൊ ടു ചേർക്കണ്ട, ഈ സൈഡിൽ തന്നെ ടു ക്യാപിറ്റൽ 20,000 രൂപ. അക്കൗണ്ടിൽ എങ്ങനെയാണോ നിങ്ങൾ എഴുതുന്നത് അതന്നെ. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്, ജേർണൽ എൻട്രി എന്താ വരിക, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. അവിടെ ക്യാഷ് ക്രെഡിറ്റ് അല്ലേ ചെയ്യുന്നത്. ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഏത് ഭാഗത്തേക്ക് പോവുക, ക്രെഡിറ്റ് സൈഡിൽ പോവുക. ഇതേ ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ് ഇതാ ബൈ ബാങ്ക്. കാരണം ബാങ്കിൽ കൊണ്ടിടുമ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് കുറയുന്നു. ക്യാഷ് ബാലൻസ് കുറയുന്ന എല്ലാം ഈ സൈഡിൽ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ബാങ്ക് എന്ന് എഴുതി 5,000 രൂപ എഴുതി. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 4,100. സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. ആലോചിച്ചാൽ തന്നെ നമുക്കറിയാം ക്യാഷ് പോവുകയാണ്. ഏത് സൈഡിൽ വരും, ബൈ പർച്ചേസസ്. 4-ാം തീയതി 4,100 വരും. ദെൻ അടുത്തത് ബോട്ട് ഓഫീസ് ഫർണിച്ചർ. ഓഫീസ് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അല്ലേ, അവിടെയും ക്യാഷ് പോവുകയാണ്. അതുകൊണ്ട് ഫർണിച്ചർ 3,600. ദെൻ അടുത്തത് ഏതാ വന്നിട്ടുള്ളത്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സാധനം ക്യാഷിന് വിറ്റു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. ഏത് സൈഡ് പോവാ, റെസിപ്റ്റ് സൈഡ് പോയിട്ട് ടു സെയിൽസ് എന്ന് കൊടുത്താൽ മതി. 2,400. ദെൻ അടുത്തത് ഏതാ പറഞ്ഞിട്ടുള്ളത്, പെയ്ഡ് ഫോർ സ്റ്റേഷനറി. സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ട് ക്യാഷ്. അപ്പോൾ ക്യാഷ് പോയി നമുക്കറിയാം. 13-ാം തീയതി സ്റ്റേഷനറി. 13-ാം തീയതി സ്റ്റേഷനറി എത്ര രൂപ, 250 രൂപ. റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ് 1,750 രൂപ. ക്യാഷ് സ്വീകരിച്ചു 1,750 രൂപ സെയിൽസിന്റെ വകയായിട്ട് സ്വീകരിച്ചു. അപ്പൊ അതും നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട്. ദെൻ അടുത്ത റിസീവ്ഡ് ചെക്ക് ഫോർ ഗുഡ്സ് സോൾഡ് 650. നമ്മൾ ഒരു ചെക്ക് സ്വീകരിച്ചു. ചെക്ക് കിട്ടിയാൽ നമ്മൾ അത് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ക്യാഷ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സെയിൽസ് ചെയ്തതിന് നമുക്ക് ചെക്ക് കിട്ടിയതായിട്ട് സ്വീകരിച്ചു. അപ്പൊ എന്താണ് ജേർണൽ എൻട്രി വരുന്നത്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് അക്കൗണ്ട് എത്രയാണ്, 650 രൂപ. ഇലക്ട്രിസിറ്റി ചാർജ് പേ ചെയ്തു. ഇലക്ട്രിസിറ്റി ചാർജ് പേ ചെയ്യുമ്പോൾ നമ്മളെടുത്തുനിന്ന് ക്യാഷ് പോകുന്നു 175, ഈ സൈഡിൽ എഴുതുന്നു. റെന്റ് പേ ചെയ്യുമ്പോഴും ക്യാഷ് പോവുകയാണ്. ദെൻ ചെക്ക് റിസീവ്ഡ് വാസ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ചെക്ക് നമുക്ക് കിട്ടിയ ചെക്ക് നമ്മൾ ബാങ്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയും, ക്യാഷ് ബാലൻസ് ബാങ്ക് ബാലൻസ് കൂടും അല്ലേ, ക്യാഷ് ബാലൻസ് കുറയും. അപ്പൊ എന്താ ജേർണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഇവിടെ കൊടുത്തു, കാരണം ക്യാഷ് ബാലൻസ് കുറയായതുകൊണ്ട് ഇവിടെ കൊടുത്തു. പർച്ചേസ്ഡ് ഗുഡ്സ്, സാധനം വീണ്ടും വാങ്ങിച്ചു, ക്യാഷ് ബാലൻസ് കുറഞ്ഞു, ബൈ പർച്ചേസേഴ്സ്. സാലറി പേ ചെയ്തു, അപ്പോഴും ക്യാഷ് ബാലൻസ് കുറഞ്ഞു, ബൈ സാലറി 1,900. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി നമ്മളത് ടോട്ടൽ ചെയ്തു. നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 24,800. രണ്ട് സൈഡും നമ്മൾ ഏറ്റവും കൂടുതൽ ബാലൻസ് നമുക്ക് ഈ പേയ്മെന്റ് സൈഡിലായിരിക്കും. ഈ സൈഡിൽ ബാലൻസ് കിട്ടി. അപ്പൊ അത് 24,800. റെസിപ്റ്റ് സൈഡ്, കാരണം കിട്ടുന്ന ക്യാഷ് എന്നല്ലേ നമ്മൾ ചെലവഴിക്കുന്നത്. പിന്നെ ക്യാഷ് എന്ന് പറഞ്ഞ ഒരു അസറ്റാണ്. അപ്പോൾ ആ അസറ്റിൽ നമുക്ക് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് സ്വാഭാവികമായിട്ടും കാണിക്കാറ് കേട്ടോ. അപ്പോൾ 24,800 ഈ സൈഡാണ് കൂടുതൽ ഉണ്ടാവുക, 24,800 ഇപ്പുറത്തും. ഇനി ബാക്കി നമ്മളെടുത്ത് എത്ര രൂപ ഉണ്ട്, 5,800 ഉണ്ട് ബാലൻസ് കയ്യിലുള്ള ക്യാഷ്. അത് അടുത്ത മാസത്തിലോട്ട് നമ്മൾ ബ്രോ ഡൗൺ ചെയ്ത് കിട്ടും. ഇനി അടുത്തത് കോൺട്രാ എൻട്രി ആണ്. എന്താണ് കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നു, അതേപോലെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. അതായത് ഒരു സൈഡ് ക്യാഷ് ആണെങ്കിൽ ഒരു സൈഡ് ബാങ്ക് വരുന്നു. അങ്ങനെ ക്യാഷ് ബാങ്ക് ഇത് രണ്ടും ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ട് വരുന്ന എൻട്രികളെയാണ് എന്ത് പറയുന്നത്, കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ കോൺട്രാ എൻട്രികൾ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ കോൺട്രാ എൻട്രിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സി,
എന്ന് നമ്മൾ എവിടെ ഡിനോട്ട് ചെയ്തിരിക്കണം? ലെഡ്ജർ ഫോളിയോ കോളത്തിൽ ഡിനോട്ട് ചെയ്തിരിക്കണം. ഇനി അടുത്തത് പറയാനുള്ളത് 2 കോളം ക്യാഷ് ബുക്ക് ആണ്, അല്ലെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. 2 എമൗണ്ട് കോളം, രണ്ട് സൈഡിലും 2 എമൗണ്ട് കോളം ഉള്ള ക്യാഷ് ബുക്കുകളെയാണ് എന്ത് പറയുന്നത്? 2 കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ്, നല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടെൻഡർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് in a double column cash book and balance it. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിൽ ക്യാഷ് ആയിട്ട് 1900 രൂപയുള്ളൂ. നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയുണ്ട്? 4300 രൂപയുണ്ട് അല്ലേ? അപ്പോൾ ഇതേ ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരച്ചു. ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരച്ചു. ഇതുപോലെ വരച്ചു കഴിഞ്ഞു. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, റെസിപ്റ്റ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, പിന്നെ ക്യാഷ് കോളം ഉണ്ടാവും, ബാങ്ക് കോളം. അങ്ങനെയാണ് 2 എമൗണ്ട് കോളം. അതേപോലെ ഇപ്പുറത്തും ക്യാഷ് കോളം, ബാങ്ക് കോളം. ഈ ഭാഗത്ത് ക്യാഷ് ബാങ്ക് ബാലൻസ് കുറയുന്നത് ഇവിടെ എഴുതിയ ക്യാഷ് ബാലൻസ് കുറയും, അതേപോലെ ബാങ്ക് ബാലൻസും കുറയും. ഇനി ഈ സൈഡിൽ എഴുതിയാലോ നിങ്ങളുടെ ക്യാഷ് ബാലൻസും കൂടും, ബാങ്ക് ബാലൻസും കൂടും. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ജേണൽ എൻട്രി പോലും ഓർക്കണം എന്നില്ല കേട്ടോ, ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ക്യാഷ് ബാലൻസ് കയ്യിലുള്ളത് ഇവിടെ എഴുതിയ കൂടുന്നല്ലേ പറഞ്ഞ, അപ്പൊ കയ്യിലുള്ള ബാലൻസ് ആണ്. അപ്പൊ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ, ക്യാഷ് ബാലൻസ് കോളത്തിൽ എഴുതി, ബാങ്ക് ബാലൻസിലുള്ളത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കോളത്തിൽ നമ്മൾ എൻട്രി ചെയ്തു. ഇനി അടുത്ത് പർച്ചേസ്ഡ് ഗുഡ്സ്. നമുക്കറിയാം ക്യാഷ് പോയി, ക്യാഷിനാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പൊ ക്യാഷ് കോളത്തിൽ എഴുതുക. പർച്ചേസസ് എഴുതി, ക്യാഷ് കോളത്തിൽ 1200 എന്ന് എഴുതി അല്ലേ? ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ സോൾഡ് ഗുഡ്സ്, സാധനങ്ങൾ ക്യാഷിന് വിറ്റു. അപ്പൊ ക്യാഷ് കിട്ടുകയാണ്, ക്യാഷ് കോളത്തിൽ തന്നെ എഴുതുക. 3000 രൂപ കിട്ടിയതുകൊണ്ട് ടു സെയിൽസ്, ക്യാഷ് കോളത്തിൽ നമ്മൾ 3000 എന്ന് കൊടുത്തു അല്ലേ? ഇനി അടുത്തത് പെയ്ഡ് ടു സജീവ് ബൈ ചെക്ക്. സജീവിന് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ചെക്കായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ ഏത് ബാലൻസ് ആണ് കുറയുന്നത്? ബാങ്ക് ബാലൻസ് ആണ് കുറയുന്നത് അല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ ചിന്തിക്കാം, കാരണം 2 കോളം ഉണ്ടല്ലോ. അപ്പൊ ബാങ്ക് ബാലൻസ് ആണ് കുറയുക. അപ്പൊ സജീവിന് കൊടുക്കുകയാണ്, സജീവിന്റെ പേര് എഴുതി, ബാങ്ക് ബാലൻസ് ആണ് കുറയുന്നത്, അതുകൊണ്ട് ബാങ്ക് കോളത്തിൽ എഴുതി. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവ്ഡ് എ ചെക്ക് ഫ്രം രാജു ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഒരു ചെക്ക് രാജുവിൽ നിന്ന് സ്വീകരിച്ചു, എന്നിട്ട് അത് എവിടെ കൊണ്ടു കൊടുത്തു? ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അതാണ് പറഞ്ഞിട്ടുള്ളത്. റിസീവ്ഡ് എ ചെക്ക് ഫ്രം രാജു, എന്നിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ആരിൽ നിന്ന് സ്വീകരിച്ചു? രാജുവിൽ നിന്ന്. ഏത് ബാലൻസ് കൂടെ? ക്യാഷ് ബാലൻസ് ആണോ ബാങ്ക് ബാലൻസ് ആണോ? ബാങ്ക് ബാലൻസ് കൂടി. അപ്പൊ അത് 3100 എന്ന് നമ്മൾ ഇട്ടുകൊടുത്തു. ഇനി അടുത്തത് ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ക്യാഷ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. ഒരു ആസ്പെക്ട് ബാങ്കും വരും, ഒരു ആസ്പെക്ട് ക്യാഷും വരും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അല്ലേ? അപ്പൊ ബാങ്ക് ബാലൻസ് കൂടുകയാണ്. അപ്പൊ ബാങ്ക് ബാലൻസ് കൂടുകയാണെങ്കിൽ ഇവിടെ ബാങ്ക് കോളത്തിൽ എഴുതണം അല്ലേ? ഇവിടെയാണ് ബാങ്ക് കോളത്തിൽ എന്തെഴുതുക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. ആ 2 ഒഴിവാക്കിയിട്ട് ക്യാഷ് എന്ന് എഴുതി, 1500 എന്ന് എഴുതി. ഇവിടെ എന്തെഴുതു? കോൺട്രാ എന്ന് എഴുതി, സി എഴുതി. കാരണം ഇനി നോക്കൂ, അപ്പോ ബാങ്ക് കോളത്തിൽ എഴുതുകയാണെങ്കിൽ ഇപ്പുറത്ത് എന്തേ വരുള്ളൂ? ക്യാഷ് എന്നേ വരുള്ളൂ. ഇനി അപ്പോൾ ബാങ്ക് ബാലൻസ് കൂടി, ഒപ്പം എന്ത് ചെയ്യും? ക്യാഷ് ബാലൻസ് കുറഞ്ഞു. ക്യാഷ് ബാലൻസ് കുറഞ്ഞു എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എഴുതും. ഇതെ ക്യാഷ് കോളത്തിൽ 1500 രൂപ എഴുതും. പക്ഷെ ക്യാഷ് കോളത്തിൽ എഴുതുമ്പോൾ ഇവിടെ ക്യാഷ് എന്ന് എഴുതൂല, ഇവിടെ എന്താ വരിക? ബാങ്ക് അല്ലേ? ബൈ ബാങ്ക്. ഇനി അടുത്തതോ? പർച്ചേസ്ഡ് സ്റ്റേഷനറി. സ്റ്റേഷനറി വാങ്ങിച്ചു. സ്റ്റേഷനറി വാങ്ങിക്കുകയാണെങ്കിൽ ക്യാഷ് ബാലൻസ് കുറയും. സ്റ്റേഷനറി 150 രൂപ അങ്ങനെ കൊടുത്താൽ മതി. ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ കിട്ടുകയാണ്, ക്യാഷ് ആയിട്ടായിരിക്കും. അപ്പോൾ കിട്ടിയതുകൊണ്ട് ഈ സൈഡിൽ പോയി കമ്മീഷൻ എന്ന് എഴുതി, ക്യാഷ് കോളത്തിൽ 350. അങ്ങനെ ക്യാഷ് ബാങ്ക് എന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ക്യാഷ് ആയിരിക്കും കേട്ടോ. പെയ്ഡ് റെന്റ് ബൈ ചെക്ക്. ചെക്കായിട്ട് റെന്റ് കൊടുത്തു. അപ്പോൾ ഏത് ബാലൻസാണ് കുറയുക? ബാങ്ക് ബാലൻസ് കുറയും. റെന്റ് എന്ന് എഴുതി, ബാങ്ക് ബാലൻസ് ബാങ്ക് കോളത്തിൽ 450 എന്ന് കൊടുത്തു. ഇനി അടുത്തത് ഡ്രോ ക്യാഷ് ഫ്രം
ബാങ്ക് ഫോർ ഫ്രം ബാങ്ക് ഫോർ ഡൊമസ്റ്റിക് യൂസ്. വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബാങ്കിൽ നിന്ന് പിൻവലിച്ചു. അപ്പോൾ ബാങ്ക് ബാലൻസ് കുറഞ്ഞു. നമുക്കറിയാം ഏത് സൈഡ് പോകണം, പേയ്മെന്റ് സൈഡ്. വീട്ടാവശ്യത്തിനും വ്യക്തിപരമായ ആവശ്യത്തിനും പിൻവലിക്കുകയാണെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റ എന്ന് പറഞ്ഞിട്ട് എഴുതും. ബാങ്ക് ബാലൻസിൽ ബാങ്ക് കോളത്തിൽ നമ്മൾ 600 രൂപ എഴുതി വെച്ചു. ഇനി അടുത്തത് റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ്, ക്യാഷ് കിട്ടി സെയിൽസിൻ്റെ. അപ്പോൾ ക്യാഷ് കിട്ടുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ സെയിൽസ് എന്ന് വരും 2400 എന്ന് കൊടുത്തു. ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്രൂ ക്യാഷ് ഫോർ ഡൊമസ്റ്റിക് യൂസ്, ക്യാഷ് ആണ് വിഡ്രൂ ചെയ്യുന്നത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്, ക്യാഷ് ബാലൻസ് കുറയായതുകൊണ്ട് ക്യാഷ് കോളത്തിൽ എഴുതി, ഡ്രോയിങ്സ് എന്ന് എഴുതി 300 രൂപ ക്യാഷ് കോളത്തിൽ എഴുതി വെച്ചു. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് ചെക്ക് ടു രമേശ്. രമേഷിന് ഒരു ചെക്ക് എഴുതി കൊടുത്തു. ഒരു ചെക്ക് ഒരാൾക്ക് എഴുതി കൊടുക്കുമ്പോൾ നമുക്കറിയാം അയാൾ ബാങ്കിൽ പോയി അത് ക്യാഷ് ആക്കും. അപ്പോൾ അത് നമ്മുടെ ഏത് ബാലൻസിനെ ബാധിക്കും? ബാങ്ക് ബാലൻസിനെ ബാധിക്കും. ബാങ്ക് ബാലൻസ് കുറയുന്നുള്ളതുകൊണ്ട് ബാങ്ക് ബാലൻസ് അവിടെ പേയ്മെന്റ് സൈഡിൽ നമ്മൾ എഴുതി വെച്ചു. ഇനി എന്താണ്, ആർക്കാ കൊടുത്തത്? രമേഷിന്. പെയ്ഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു. പെയ്ഡ് ടു ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അല്ലേ. ബാങ്ക് ബാലൻസ് കൂടി, ബാങ്ക് ബാലൻസ് കൂടുകയാണെങ്കിൽ ഇപ്പുറത്ത് എഴുതി ബാങ്ക് കോളത്തിൽ ടു ക്യാഷ് കോൺട്രയാണ്. ഇനി അപ്പുറത്ത് ബൈ ബാങ്ക് ക്യാഷ് ബാലൻസ് കുറഞ്ഞു എന്ന് കാണിച്ചു. ബാങ്ക് ചാർജ് ഒരു 50 രൂപ പിടിച്ചിട്ടുണ്ട്. അത് ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ബാലൻസ് കുറച്ച് കാണിക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഇതൊക്കെ ടോട്ടൽ ചെയ്ത് നോക്കുക. ഇവിടെയും എമൗണ്ട് നോക്കുക, ഇവിടെ എമൗണ്ട് നോക്കുക. ഇവിടെ ആയിരിക്കും കൂടുതൽ. ഇവിടെ ക്യാഷ് കോള 8400, ഇവിടെ 10900 വന്നു. അത് ഏറ്റവും കൂടുതലുള്ളത് രണ്ട് സൈഡിലും ടോട്ടലായിട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാലൻസ് എമൗണ്ട് എഴുതി. എത്രയാണോ ഈ എമൗണ്ട് കിട്ടാൻ ആവശ്യമായത് ആ എമൗണ്ടാണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതിനുശേഷം ആ എമൗണ്ട് ബാലൻസ് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനി അടുത്തത് ഒരു പെറ്റി ക്യാഷ് ബുക്കാണ്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ എക്സ്പെൻസസ് ഒക്കെ രേഖപ്പെടുത്താനുള്ള ബുക്കിനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയാം. അപ്പോൾ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻഡ് ഫോർ മീറ്റിംഗ് സ്മോൾ എക്സ്പെൻസസ് ഇസ് കോൾഡ് പെറ്റി ക്യാഷ് ബുക്ക്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്നുള്ളത്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻഡ് ഫോർ സ്മോൾ expenses. Cash book used to record small cash payments is called petty cash book. അപ്പോൾ മെയിൻ ക്യാഷ് ഷിയർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഓരോ മാസത്തിൻ്റെ ആദ്യം ഈ പറയുന്ന ആൾക്ക് പെറ്റി കാഷ്യർ എന്നാണെന്ന് പറയാം. അപ്പോൾ ആരാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? പെറ്റി കാഷ്യർ. അയാൾക്ക് മെയിൻ കാഷ്യർ ക്യാഷ് കൊടുക്കും. മാസം ആദ്യം ഒരു എമൗണ്ട് ഉണ്ട്, 10000 രൂപ കൊടുക്കും. ആ 10000 രൂപയിൽ നിന്ന് ഇയാൾ എന്ത് ചെയ്യണം? ആ മാസത്തെ കുഞ്ഞു കുഞ്ഞു ചിലവുകൾ, അതായത് സ്റ്റേഷനറി, പോസ്റ്റേജ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ എമൗണ്ട് ഒക്കെ വരുന്നത്, അതൊക്കെ മീറ്റ് ചെയ്യുക. ബാക്കിയുള്ള ബാലൻസ് അയാൾ കയ്യിലെടുത്തേക്കുക. എന്നിട്ട് അയാൾക്ക് എത്രയാണോ വീണ്ടും, ഇപ്പോൾ 10000-ൽ 8000 രൂപ ചിലവായി, അല്ലെങ്കിൽ 7000 രൂപ ചിലവായി നിൽക്കൂ, അപ്പോൾ ബാക്കി 3000 ഉള്ളൂ. അപ്പോൾ അടുത്ത മാസം നെക്സ്റ്റ് മാസത്തേക്ക് വീണ്ടും അത് 10000 ആക്കി കൊടുക്കണം. അപ്പോൾ 7000 ചിലവായ ബാക്കി 3000 ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു 7000 കൊടുക്കും. എന്നിട്ട് ആ 10000 മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. ആ ഒരു സിസ്റ്റത്തിൽ ഇംപ്രസ്ഡ് സിസ്റ്റം എന്നാണ് പറയാം. ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ നമുക്ക് എത്രയാണോ ചിലവായത് ആ എമൗണ്ട് റിട്ടേൺ ബാക്ക് ചെയ്തിട്ട് ആ രീതിയിൽ വീണ്ടും ആ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് പെറ്റി ക്യാഷ് ബുക്ക് വിത്ത് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആനന്ദ് മെയിൻറ്റെയിൻസ് എ കോളംനാർ പെറ്റി ക്യാഷ് ബുക്ക് ഓൺ ഇംപ്രസ്ഡ് സിസ്റ്റം. നമുക്ക് കിട്ടിയ എമൗണ്ട് 400 രൂപയാണ്. പിന്നെ ഇനി നമ്മളോട് ഇതൊക്കെ എൻട്രി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബാലൻസ് ഇൻ ഹാൻഡ് 125 രൂപ 90 പൈസ. നോക്കൂ, ഇവിടെ നമുക്കുണ്ടായ ചെലവുകൾ നോക്കാം. പോസ്റ്റേജ് ഉണ്ട്, സ്റ്റേഷനറി, എൻ്റർടൈൻമെൻറ്റ്. ഇതിലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ സാധാരണയായിട്ട് വരികയാണെന്ന് വെച്ചാൽ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, അതൊക്കെയാണ് ഓരോ മെയിൻ കോളംസ് കേട്ടോ. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, എൻ്റർടൈൻമെൻറ്റ്,
റിപ്പയേഴ്സിന് വേണമെങ്കിൽ ഒരു കോളം കൊടുക്കാം. അതുപോലെ മിസ്ലേനിയസ് എക്സ്പെൻസ്, പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ്, അങ്ങനെ ഓരോന്നിനും ഓരോ കോളം കൊടുക്കുക. ഇനി ഇത് എഴുതുന്ന രീതി, പെറ്റി ക്യാഷ് ബുക്ക്. ഈ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു എമൗണ്ട് കോളം ഉണ്ടാവും, ക്യാഷ് റിസീവ് ചെയ്ത് എഴുതാനായിട്ട്, പിന്നെ ഒരു ഡേറ്റ് കോളം, പിന്നെ ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ, വൗച്ചർ നമ്പർ, ടോട്ടൽ പേയ്മെന്റ്, എല്ലാ പേയ്മെന്റും ഇവിടെ എഴുതണം. പിന്നെ ഓരോന്നും വേറെ വേറെ ഒക്കെ, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, പ്രിന്റിങ്, അത് ഓരോന്നിനും സെപ്പറേറ്റ് എമൗണ്ട് കോളം കൊടുക്കണം. കൂടാതെ എല്ലാ ഇതും എഴുതാനായിട്ട് ഒരു ടോട്ടൽ പേയ്മെന്റ് കോളം കൊടുക്കണം. ഇനി നോക്കൂ, ബാലൻസ് ഡ്രോ ഡൗൺ. നമ്മുടെ കയ്യിൽ എത്രയാണ് ബാലൻസ് ഉള്ളത് വെച്ചാൽ ആ ബാലൻസ് അത് തുടക്കത്തിൽ 125 രൂപ 90 പൈസയാണ്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റിസീവ്ഡ് ഫ്രം കാഷ്യർ. ഞാനൊരു എമൗണ്ട് ഇവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. പോസ്റ്റേജ് ആണ് 15 രൂപ 40 പൈസ. പോസ്റ്റേജ് 15 രൂപ 40 പൈസയാണ്. ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളത് 274 രൂപ 10 പൈസയാണ്. 274 രൂപ 10 പൈസ. അതായത് നമുക്ക് 125 രൂപ 90 പൈസ നമ്മൾ എടുത്തുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സ്ട്രാ എമൗണ്ട് കൂടി സ്വീകരിച്ചു. കാരണം നമ്മൾ എത്രയും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ 400 രൂപ എല്ലാ മാസവും നമ്മളെടുത്ത് 400 രൂപ വേണം. ആ 400 രൂപയിൽ നിന്നാണ് നമ്മൾ ചെലവഴിക്കുക. അപ്പൊ ആ രണ്ട് കാര്യം, കയ്യിലുള്ള ബാലൻസും പിന്നെ കിട്ടിയതും കൂടി മൊത്തം ഉള്ള എമൗണ്ട് ഈ സൈഡിൽ എഴുതുക. ഇനി നമ്മളുടെ ചെലവുകളൊക്കെ ഇവിടെ എഴുതുക. പോസ്റ്റേജ് നോക്കൂ, പോസ്റ്റേജ് വന്നത് 15 രൂപ 40 പൈസ. പോസ്റ്റേജ് 15 രൂപ 40 പൈസ ഇവിടെ എഴുതി, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം കോളം. ഇനി സ്റ്റേഷനറിന്റെ എമൗണ്ട് പറയും 30 രൂപ 60 പൈസ, അതിവിടെ 30 രൂപ 60 പൈസ. ഇനി എന്റർടൈൻമെന്റ് എത്രയാണ്, 8 രൂപ 50 പൈസ. എന്റർടൈൻമെന്റ് വരുന്നത് 8 രൂപ. എമൗണ്ട് ഇവിടെ എഴുതിയത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, സോറി. 8 രൂപ 50 പൈസ. ആ എമൗണ്ട് ഈ എന്റർടൈൻമെന്റ് കോളത്തിലും കൊടുക്കുക, 8 രൂപ 50 പൈസ. പിന്നെ അത് അപ്പോൾ ഇവിടെയും കൊടുത്തു, ടോട്ടൽ ഇതിലും കൊടുത്തു. അതേപോലെ എന്റർടൈൻമെന്റ് കോളം, ട്രാവലിംഗ് എക്സ്പെൻസസ് 15 രൂപ 50 പൈസ. ഇവിടെയും ട്രാവലിംഗ് എക്സ്പെൻസസ് 15 രൂപ 50 പൈസ കൊടുത്തു. ട്രാവലിംഗ് എക്സ്പെൻസ് 15 രൂപ 50 പൈസ. രൂപ 50 പൈസ. ഇനി മിസ്ലേനിയസ് എക്സ്പെൻസസ് 3 രൂപ 50 പൈസ. ഇവിടെ ടോട്ടലിലും കൊടുത്തു, ദെൻ ഇവിടെയും കൊടുത്തു. എന്റർടൈൻമെന്റ് 8 രൂപ 40 പൈസ. എന്റർടൈൻമെന്റ് 8 രൂപ 40 പൈസയാണ്. റിപ്പയേഴ്സ് 25 രൂപ 40 പൈസയാണ്. പോസ്റ്റേജ് 15 രൂപ 60 പൈസ. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓരോ ഐറ്റവും, ഇപ്പോൾ റിപ്പയേഴ്സ് 25 രൂപ 40 പൈസ ഇവിടെ എഴുതി, റിപ്പയേഴ്സിലും എഴുതി. പോസ്റ്റേജിൽ 15 രൂപ 60 പൈസ എഴുതി, പോസ്റ്റേജ് ടെലഗ്രാം. അങ്ങനെ ഓരോ എക്സ്പെൻസും ഇതുപോലെ രേഖപ്പെടുത്തി. അതിന് രേഖപ്പെടുത്തിയതിന് ശേഷം ഈ കോളം എന്ത് ചെയ്യുക, ഓരോ കോളം എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. എല്ലാ കോളവും നിങ്ങൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഈ കോളത്തിൻ്റെ ടോട്ടൽ 290 രൂപ 60 പൈസ കിട്ടും. ദെൻ അടുത്തത് 36 രൂപ 80 പൈസ കിട്ടും. 95 രൂപ 80, അങ്ങനെ ഓരോ കോളവും നിങ്ങൾ ടോട്ടൽ ചെയ്തതിന് ശേഷം ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുക. ഇത് ടോട്ടൽ ചെയ്യുക. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 400 രൂപയാണ്. കാരണം നമുക്ക് തുടക്കത്തിൽ 400 രൂപയാണ് ഉള്ളത്. ആ 400 രൂപയിൽ ഈ മാസം നമുക്ക് ചിലവായത് 290 രൂപ 60 പൈസ. ഇനി ബാലൻസ് ഉള്ളത് 109 രൂപ 40 പൈസ. അത് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എഴുതുക.
ഇനി നെക്സ്റ്റ് മന്തിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബാലൻസ് ബ്രോഡൺ ചെയ്യുക. നമുക്കറിയാം ഓരോ വർഷവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്യാഷ് എന്ന് പറയുന്നത് വർഷമല്ല, മന്ത്ലി നമ്മൾ 400 ആണ്. സോ 190 രൂപ 40 പൈസയിലേക്ക് നമുക്ക് 400 രൂപയാക്കാൻ എത്രയും കൂടി ബാങ്കിൽ നിന്ന് സ്വീകരിക്കണം, 290 രൂപ 60 പൈസ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. അടുത്ത സബ് ഡിവിഷൻ ഓഫ് ജേർണൽസിന്റെ പോർഷൻ നെക്സ്റ്റ് വീഡിയോയിൽ തരുന്നതാണ്. ഓക്കെ.